ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് വെട്ടിപ്പൊളിച്ച റോഡുകളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണം. മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി നിവേദനം നൽകി. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായ റോഡുകൾ പൊളിച്ചിട്ടിരുന്നു. ഈ റോഡുകൾ പുനർനിർമ്മാണ പ്രവർത്തികൾ നടന്നുവരികയും പല വാർഡുകളിലും പൈപ്പിടുന്നതിനായി കുഴിച്ച മണ്ണുകളും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളടക്കം റോഡ് സൈഡിൽ തന്നെ തള്ളിയിരിക്കുകയുമാണ്. പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം പ്രവർത്തികൾ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നിവേദനം നൽകിയത്. ഇത് പൂർണ്ണമായി നീക്കം ചെയ്ത് കൃത്യമായി കോൺക്രീറ്റ് റോഡുകൾ കോൺക്രീറ്റ് ചെയ്തും ടാറിംഗ് ഉള്ള ഭാഗങ്ങളിൽ ടാറിംഗ് ചെയ്തും കാര്യക്ഷമമായ രീതിയിൽ വർക്ക് പൂർത്തീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വരുന്ന മഴക്കാലത്തോടെ റോഡ് വാഹനയാത്രികർക്കോ കാൽനട യാത്രക്കാർക്കോ ഉപയോഗിക്കുവാൻ കഴിയാത്ത സ്ഥിതി നേരിടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ പോക്കറ്റ് റോഡുകളും കോൺക്രീറ്റ് റോഡുകളും ടാറിംഗ് റോഡുകളും പുതുതായിട്ട് അവര് വർക്ക് നടത്തുന്നുണ്ട്. അതിൽ വളരെ അപാകതകളാണ് നമുക്ക് പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത്. റോഡ് വർക്ക് നടത്തുന്നത് പഴയ പൊളിച്ചിട്ട കോൺക്രീറ്റ് വേസ്റ്റുകളും മണ്ണും ഒന്നും നീക്കം ചെയ്യാതെ അത് റോഡിന്റെ സൈഡിലേക്ക് തന്നെ മാറ്റിയാണ് ഇവർ വർക്ക് നടത്തുന്നത്. അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ അമരമ്പലം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കും. കാരണം ഈ പോക്കറ്റ് റോഡുകൾ ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്ത് കൃത്യമായി വർക്ക് നടത്തുന്നതിന് പകരം റോഡിന്റെ സൈഡിലേക്ക് തന്നെ ഈ കല്ലും മണ്ണൊക്കെ മാറ്റിയിട്ട് ഇത് ചെയ്യുമ്പോൾ പിന്നെ നമ്മള് യാത്രക്കാർക്ക് അത് ഒരു മഴയും കൂടി പെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു പരാതി സെക്രട്ടറിക്കും പ്രസിഡന്റിനും നൽകുന്നുണ്ട്. കൃത്യമായി അവിടെയുള്ള വേസ്റ്റുകൾ നീക്കം ചെയ്ത് വേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം കൃത്യമായിട്ട് വേണം ആ വർക്ക് ചെയ്യാൻ. ഒരു വലിയ തുകയാണ് ആ വർക്കിന്, കോടിക്കണക്കിന് രൂപയാണ് ഈ വർക്കിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വർക്ക് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതിഷേധം ഉണ്ടാവും. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനുമാണ് മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി നിവേദനം നൽകിയിട്ടുള്ളത്. പരിപാടിയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി, ട്രഷറർ പൊട്ടിയിൽ ചെറിയാപ്പു, മണ്ഡലം ഉപാധ്യക്ഷൻ PM സീതി കോയാത്തങ്ങൾ, ഭാരവാഹികളായ അലി കൈനോട്ട്, കൊണ്ടേങ്കോടൻ മുഹമ്മദ്, സൊഫാൻ ഇല്ലിക്കൽ, ഫവാസ് ചുള്ളിയോട്, റഹ്മത്ത് കുറ്റമ്പാറ, സജിൽ പാറക്കപ്പാടം എന്നിവർ സംബന്ധിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.